ബേബി ഗേൾ. ഡയറക്ടർ അരുൺ വർമ്മ. പ്രൊഡ്യൂസർ പ്രമുഖ പ്രൊഡ്യൂസറായിട്ടുള്ള ലിസ്റ്റിൻ സ്റ്റീഫൻ. വളരെയധികം സന്തോഷം. അദ്ദേഹം ഇതിലൊരു വേഷവും ചെയ്തിട്ടുണ്ട്. നല്ല അറ്റൻഷനിൽ കാണാപ്പടം പഠിച്ച് ഡയലോഗൊക്കെ പറഞ്ഞിട്ടുണ്ട്. എഴുതിയിരിക്കുന്നത് ഇരട്ടകൾ ബോബി സഞ്ജയ്. ഇരട്ട റൈറ്റേഴ്സ് ബോബി സഞ്ജയ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ. പിന്നെ മ്യൂസിക് ഡയറക്ടർ ഒറിജിനൽ സ്കോർ ആൻഡ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് സാം സി എസ് ആണ്. സാം സി എസ് പടം കണ്ട് മ്യൂസിക് ചെയ്യുമ്പോൾ ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നു. സോറി. കൂർക്കം വലിക്കാതെ ഉറങ്ങാൻ പറ്റോ? ഒന്ന് ഉറങ്ങിക്കോ. നൊസ്റ്റാൾജി വന്നട്ടെ. എവരിബഡി ലിസൺ. നോ വൺ സ്ലീപ്പ് ഇൻ മൈ ക്ലാസ് എക്സെപ്റ്റ് സച്ചിൻ. കിടന്നോ? സിദ്ദിഖ്. എഡിറ്റർ ഷൈജിത്ത് കുമാരൻ. ഒരു വർക്ക് അത്ര. പ്രൊഡക്ഷൻ മാനേജർക്ക് നിവിൻ പോളി അഭിനയിച്ചിട്ടുള്ള ഈ സിനിമയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന നിവിൻ പോളി ചെയ്തിരിക്കുന്ന കഥാപാത്രം സെനലിയേട്ടൻ. പുച്ഛത്തോടെ അല്ലാതെ എപ്പോഴൊക്കെ നീ ഞങ്ങൾ നോക്കിയിട്ടുണ്ടോ? സെനലിയേട്ടൻ ഒരു ഹോസ്പിറ്റൽ അറ്റൻഡർ ആണ്. പക്ഷേ ഈ സിനിമയിലെ കഥാനായകൻ, കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്ന നമ്മുടെ സംഗീത് പ്രതാപ് അമൽ ഡേവിസ് ആണ്. അത് ഞാൻ വിശദമായി പറയാം. അറിയില്ല, എന്റെ പഴയ സ്വഭാവമായിരുന്നെങ്കിലോ. പിന്നെ ഷമി തിലകന്റെ മോനുണ്ട്, അഭിമന്യു തിലകൻ. ഒരു പോലീസ് ഓഫീസറായിട്ട് അദ്ദേഹമാണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. മാർക്കോലൊക്കെ വില്ലനായിട്ട് വന്നിട്ട് ഇതിലൊരു മൊണ്ണ പോലീസ് ഓഫീസർ. ഇതിലെ പോലീസുകാരെ മൊത്തം മൊണ്ണകളാക്കി വിട്ടേക്കോ. എടാ സ്റ്റുഡിയോവേ, എന്റെ സംഭാഷണം എടുത്തില്ല. ഇത്രയും മണ്ടം പോലീസുകാർ കേരളത്തിലുണ്ടോ? ഇല്ല. പക്ഷേ സിനിമയിൽ എങ്ങനെയാണ്? അപ്പോ ഇദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോവാ, നടക്കുക. മേജർ രാവിലെ കോടതി പോകാൻ വേണ്ടി ധൃതിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് വഴിയിലൊരു ബ്ലോക്ക്. ഞാൻ വിചാരിച്ചു വലിയ ആക്സിഡന്റ് ആയിരിക്കും. അപ്പോഴാണ് ആരോ പറഞ്ഞത് പോലീസ് ചെക്കിംഗ് ആണെന്ന്. നോക്കിയപ്പോ സാറ്. പിന്നെ ഞാൻ വിചാരിച്ചു മാസാവസാനം ആവുമ്പോഴാണല്ലോ സാറിനൊക്കെ പരിപാടി. വീണ്ടും അദ്ദേഹം ചീത്തയൊക്കെ പറയുന്നുണ്ട് ഇയാളെ. ആരെ? ഷമി തിലകന്റെ മോൻ ചീത്ത പറയുക. നിവിൻ പോളിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞ സംഗീത് പ്രതാപാണ് നായകൻ. നിവിൻ പോളി കുറച്ച് സീൻസിലേ ഉള്ളൂ എന്ന് മാത്രമല്ല, അതിൽ തന്നെ കൂടുതൽ സീൻസിൽ അദ്ദേഹം CCTV-നകത്താണ്. ജാഫറിടുക്കി ഹോസ്പിറ്റൽ സെക്യൂരിറ്റി, കൊച്ചിന്റെ കല്യാണമൊക്കെ നടക്കുന്ന ഒരു അച്ഛനായിട്ടുള്ള സെക്യൂരിറ്റി അവസ്ഥയാണ്. പിന്നെ തെറ്റിദ്ധരിച്ചെടുക്കുക, സൂക്ഷിച്ച്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. അശ്വത് ശിവൻ ഒരു പോലീസുകാരനാണ്. പുള്ളിയുടെ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇങ്ങനെ രഹസ്യം പറയാം. അഭിമന്യു തിലകന്റെ ഹെവി പോയിട്ട് ഇങ്ങനെ ഇത് പറയാം. ചേട്ടാ, സാധനം തീർന്നു, മേടിക്കണ്ടേ? അയ്യോ അമ്മച്ചി. ഏതാ ബ്രാൻഡ്? അതുകൊണ്ട് നന്ദു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു അഡ്ജസ്റ്റ്മെന്റ് തന്ത. നല്ല ബംഗാളിയല്ല ഖൈലു അണ്ണൻ. വാഴും കോവിലകം കൈലാഷിന് ആകെ ഒരു ക്ലോസപ്പും ഒരു ഡയലോഗ് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ തിയേറ്ററിലായിരുന്ന 10 പേരും കുലുങ്ങി. എന്നല്ലേ പ്രമാണം വലിപ്പ? എന്താ ശരിയല്ല മാവ? ശരിയല്ലെന്ന്. എടോ ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയണോ? പിന്നെ ഇത് ഒരു ത്രില്ലറാണല്ലോ. അപ്പൊ ത്രില്ലറാകുമ്പോഴും സ്വാഭാവികമായിട്ടും ത്രില്ലുമാണല്ലോ. ഇത് ഒരു ത്രില്ലും ഇല്ല. ആണോ? അയ്യടാ പാവം. ഒരു പരിപ്പ് വട ത്രില്ലർ. ഇങ്ങനെ ഒരു ലോജിക്കും ഇല്ലാത്ത ഒരു സിനിമ. അടിമുടി കൃത്രിമത്വം, ഏച്ച് കെട്ടല്, അന്തവും കുന്തമില്ല. എന്താ സംഭവിച്ചത്? ഒരു ഗ്യാസ് പോയതിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ അടിയുണ്ടാവും. എന്തൊക്കെയോ കാണിക്കും. നിവിൻ പോളി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. നീ എന്തോ ഉമേഷ് എങ്ങനെ? നിന്റെ അമ്മ നിന്നെ കുറിച്ച് എത്രമാത്രം പറയടാന്നറിയോ? മറ്റേ ലിജോ മോളും അത് പിന്നെ പറയണ്ട. ലിജോ മോളും സംഗീത് പ്രതാപിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണീർ സീരിയൽ തോറ്റുപോകും. ഈ സംഗീത് പ്രതാപ് ഉണ്ടല്ലോ, പുള്ളി മാട്ട പുള്ളിയുടെ റിയൽ ക്യാരക്ടർ ഉണ്ടല്ലോ, ആ കോമഡി, നൈസ്, ഒരു ഓളം വൈബ്, അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് പുള്ളിക്ക് സെറ്റ്. ഇതൊരു എന്നിട്ട്
പുള്ളി അഭിനയിക്കുക ഭയങ്കര പ്രട്ടി സീരിയസ് ക്യാരക്ടറാണേ. സംഗീത് പ്രതാപ് അങ്ങ് അഭിനയിക്കുക, എന്നിട്ട് ഇങ്ങനെ റോഡ് സൈഡിലുള്ള കമ്പിക്കൊക്കെ തലയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അഭിനയിക്കുക സംഗീത് പ്രതാപ്. അതായത് വൃത്തികെട്ട ഒരു ക്യാരക്ടർ. അത് ശരി, മര്യാദക്കവിടെ മനസമാധാനമായിട്ട് വെള്ളം അടിച്ചോണ്ടിരുന്ന ഞങ്ങളിവിടെ വിളിച്ചു വരുത്തിയിട്ട് നീന് സംസാരിച്ചിട്ട് പോയാ മതി. ഇത്രയും മോറലായിട്ടുള്ള യാതൊരുവിധ സെൻസും ഇല്ലാത്ത, ഇടയ്ക്കിടയ്ക്ക് ചൂടാവുക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സങ്കടം പറയുക, അങ്ങനത്തെ എന്തോ ഒരു ക്യാരക്ടർ. വെറുത്തുപോയി ക്യാരക്ടർ. സംഗീത് പ്രതാപ് അങ്ങ് അഭിനയിച്ച് മരിക്കുകയും ചെയ്തു. ലിജോ മോളെ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. കാര്യം പറഞ്ഞു, ലിജോ മോളെ ക്യാരക്ടേഴ്സ് കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പോക്കാം. ഭയങ്കരം തന്നെ. അത്രയും ദാരിദ്ര്യം പിടിച്ച ദൈന്യതയുള്ള പട്ടിണി, പരിവട്ടം, തീരെ ശോകം. മുഖം കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്റെ പൊന്നോ, ലിജോ മോളെ പറഞ്ഞിട്ട് കാര്യമില്ലേ, കിട്ടുന്ന ക്യാരക്ടർ അങ്ങനെ. എന്നാലും എന്റെ ശങ്കരേട്ടന്റെ അടുത്തുനിന്ന് ഇത് ഞാൻ